കൺവെൻഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഡ്രോപ്പ് അക്രോസ് RL. RL ആണ് 5 ohm. നമുക്ക് 2 ഡോട്ട്സ് കാണിച്ചിട്ടുണ്ട് 2 കോയിൽസിൻ്റെ അവിടെ. ഇനി നമുക്ക് ആദ്യം തന്നെ ഒരു K തന്നിട്ടുണ്ട് 0.5. നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അറിയില്ലേ, സാധാരണ നമുക്ക് M ആണ് തരേണ്ടത്, ഇപ്പോൾ നമുക്ക് K ആണ് തന്നിരിക്കുന്നത്. സോ Kയുടെ റിലേഷൻ M ആയിട്ട് എന്തായിരുന്നു, M/√L1 L2. ഇനി യൂഷ്വലി നമ്മൾ പറയാറ് J⍵L ആണ് XL, അതുപോലെ J⍵M ആണ് XM അല്ലേ. ആ J⍵Lൻ്റെ സ്ഥാനത്താണ് ഇവിടെ J2ഉം J1ഉം തന്നിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം, XM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ⍵M ഡിവൈഡഡ് ബൈ √⍵L1 ഇൻറ്റു ⍵L2. ഈ 2 ഒമേഗ റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ സിംഗിൾ ഒമേഗയും ക്യാൻസലാവും. അപ്പം അങ്ങനെയാണ് നമുക്ക് M/√L1 L2 എന്ന് വന്നിരിക്കുന്നത്. സോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ M ഡിവൈഡഡ് ബൈ √L1 L2ൻ്റെ സ്ഥാനത്ത് Jയുടെ കോഎഫിഷ്യൻസ് മാത്രം നോക്കിയാൽ മതി. അല്ല, ⍵Lത്തെ ആ വാല്യൂ 2 × 1. ഇനി ഈ വാല്യൂ ആണ് നമുക്ക് എത്ര തന്നിട്ടുള്ളത്, 0.5. അപ്പോൾ 0.5 = M/√2 അഥവാ M = 0.5 × √2, അതായത് 0.707. ഇനി നമുക്ക് ആവശ്യമുള്ളത് XM ആണ്. അപ്പോൾ XM എന്ന് പറഞ്ഞാൽ J × 0.707 കിട്ടി. അപ്പോൾ അതാണ് നമുക്ക് കിട്ടേണ്ട മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 2 കറൻസ് കാണിച്ചിട്ടുണ്ട്, I1 ആയിട്ട് ലൂപ്പ് കറൻസ്. ഫസ്റ്റ് ലൂപ്പിൽ കൂടെ പോകുന്നത് I1 ഉം സെക്കൻഡ് ലൂപ്പിൽ കൂടെ പോകുന്ന കറണ്ട് I2 ആണ്. ഇനി നമുക്ക് KVL അപ്ലൈ ചെയ്യാം. അപ്ലൈ KVL ഇൻ ലൂപ്പ് 1. നമുക്ക് വേണ്ടത് എന്താണ്, വോൾട്ടേജ് അക്രോസ് RL ആണ്, അതായത് 5 ohm. അപ്പോൾ ആദ്യം അവിടുത്തെ കറണ്ട് അറിയണം. അപ്പോൾ അതിനാണ് നമ്മൾ KVL അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലൂപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം KVL എന്താ പറയുന്നത്, ഒരു മെഷ് അല്ലെങ്കിൽ ഒരു ലൂപ്പിൽ വോൾട്ടേജ് ഡ്രോപ്സിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം, അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് ഈക്വൽ ടു സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്സ് ആയിരിക്കണം. അപ്പോൾ 10∠0 എന്ന് പറയുന്നത് തന്നെയാണ് 10, അല്ലെങ്കിൽ 10∠0 = J2 × ഇപ്പോൾ നമുക്കെല്ലാം ഓംസിലാണ് തന്നിരിക്കുന്നത്. സോ നമ്മളിതിനെ സ്പെഷ്യലി, അതായത് ഹെൻറിയിലൊക്കെയാണ് തന്നിരുന്നതെങ്കിൽ നമ്മളതിനെ എന്താക്കണം, J⍵L എന്നുള്ള വാല്യൂ എടുത്തിട്ട് ഓമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഓംസിലായതുകൊണ്ട് നമുക്ക് വേറെ കൺവേർഷൻസ് ഒന്നും ചെയ്യണ്ട. അപ്പോൾ J2 × I1. പിന്നത്തെ എലമെൻ്റ് ആരാ, -J3. സോ -J3 × ഇത് J3 എന്നുള്ള വാല്യൂ 2 മെഷിൻ്റെ അല്ലെങ്കിൽ 2 ലൂപ്സിൻ്റെ സെൻറ്ററിൽ മിഡിലായിട്ട് കിടക്കുന്ന ആളാണ്. സോ അതിൽ കൂടെ 2 കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൂപ്പ് ഇക്വേഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് ലൂപ്പ് കറണ്ടിനെയാണ് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. സോ -J3 × I1 - I2. ഇപ്പോൾ 2 എലമെൻറ്റ്സും നമ്മളെടുത്തു. ബാക്കിയുള്ളതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇനി ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാനാണ് നമുക്ക് 2 ഡോട്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡോട്ട് കൺവെൻഷൻ നമ്മളിവിടെ യൂസ് ചെയ്യണം. ഫസ്റ്റ് കറണ്ട് നമുക്ക് നോക്കാം, ഇങ്ങനെയാണ് എൻട്രി ചെയ്യുക, അതായത് ഡോട്ടിൽ കൂടെ എൻട്രി ചെയ്യാണ്. സെക്കൻഡ് ലൂപ്പ് കറണ്ട് ഈ ഡോട്ടിൽ നിന്നും ഔട്ട് ഗോയിങ് ആണ്. ഫസ്റ്റ് കറണ്ട് ഫസ്റ്റ് ഡോട്ടിലേക്ക് എൻട്രിങ്ങും സെക്കൻഡ് ഡോട്ടിൽ കൂടെ സെക്കൻഡ് കറണ്ട് ഔട്ട് ഗോയിങ് ആണ്. സോ 2 ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആയതുകൊണ്ട് മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യണം, നെഗറ്റീവ്. ഇനി ഫസ്റ്റ് ലൂപ്പിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ കൂടെ സെക്കൻഡ് ലൂപ്പ് കറണ്ടിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, അല്ലേ. സെക്കൻഡ് ലൂപ്പ് കറണ്ട് കാരണം ഫസ്റ്റ് ലൂപ്പിലുണ്ടാവുന്ന ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ആണിത്. അപ്പോൾ നമ്മൾ എല്ലാ എലമെൻറ്റ്സും എടുത്തു. ഇനി നമുക്ക് ആ കോഎഫിഷ്യൻസ് എടുക്കാം, എല്ലാ I1ൻ്റെയും I2ൻ്റെയും. അപ്പോൾ J2 - J3 എന്ന് പറയുമ്പോൾ -J1 I1. ഇനി മൈനസും മൈനസ് പ്ലസ് ആയി, പ്ലസ് J3 I2, പിന്നെ -0.707, അതായത് 3 - 0.707 എത്രയാണെന്ന് നോക്കാം. അതായത് 2 സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്, അല്ലേ. പ്ലസ് 2.293 J I2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ലൂപ്പിലും KVL അപ്ലൈ ചെയ്യാം. KVL സെക്കൻഡ് ലൂപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ സോഴ്സസ് ഒന്നുമില്ല. സോ 0 = J1 I2 + 5 I2 - J3 × I2 - I1, അല്ലേ. സെക്കൻഡ് ലൂപ്പിൻ്റെ എഴുതുമ്പോൾ സെക്കൻഡ് ലൂപ്പ് കറണ്ട് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. മൈനസ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എടുക്കുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് ലൂപ്പിൻ്റെ ഇക്വേഷൻ എഴുതുന്നതുകൊണ്ട് കറണ്ട് ഫസ്റ്റ് ലൂപ്പ് കറണ്ട് എടുക്കണം. കോഎഫിഷ്യൻസ് നോക്കാം. ആദ്യം നമുക്ക് I1 നോക്കാം. -J3 × -I1 + J3 I1 ഈ ടേമും മൈനസ്
മൈനസ് പ്ലസ് ആയി. സോ 2.293 J I1 3 മൈനസ് ടേം ആയതുകൊണ്ട് പ്ലസ് 5 I2 ഉണ്ട്, പിന്നെ മൈനസ് J3 I2 പ്ലസ് J1 I2. ഇപ്പോൾ 5 മൈനസ് 2J ഓൾ ഇൻറ്റു I2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ ഇക്വേഷൻസിനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് I1 I2 കാണണം. പക്ഷെ നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് വോൾട്ടേജ് അക്രോസ് RL മാത്രമേ കണ്ടുപിടിക്കണ്ടൂ. അതായത് RL കൂടെയുള്ള കറണ്ട് അറിഞ്ഞാൽ മതി. അത് ഏത് കറണ്ട്? I2. നമുക്ക് അപ്പോൾ I2 മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ പുതിയൊരു മെത്തേഡ് പറയാൻ പോവാണ്. മെട്രിക്സ് മെത്തേഡ് എന്ന് പറയും. സാധാരണ നമ്മൾ ഇക്വേഷൻസ് കാൽക്കുലേറ്ററിൽ കൊടുത്ത് സോൾവ് ചെയ്യാണ് ചെയ്യാറ്. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് തെറ്റാതിരിക്കാൻ നമുക്ക് വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാം. മെട്രിക്സ് മെത്തേഡ് എന്ന് പറയും. ഈ മെട്രിക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ എഴുതിയ രണ്ട് ഇക്വേഷൻ ഒരു മെട്രിക്സ് ഫോമിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകും. ആദ്യം തന്നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? കോൺസ്റ്റൻറ്റ് വാല്യൂസ് 10ഉം 0ഉം ഈക്വൽ ടു. ഇനി ആദ്യത്തെ കോളം എന്ന് പറയുന്നത് I1ൻ്റെ കോഎഫിഷ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ I1ൻ്റെ കോഎഫിഷ്യൻറ്റ് മൈനസ് ജെയും സെക്കൻഡ് ഇക്വേഷനിൽ അത് 2.293 ജെയും ആണ്. ഇനി I2ൻ്റെ കോഎഫിഷ്യൻസ് സെക്കൻഡ് കോളായിട്ട് എഴുതാം. അപ്പോൾ 2.293 ജെ, അടുത്തത് 5 മൈനസ് 2J. അപ്പോൾ I1ൻ്റെ കോഎഫിഷ്യൻസ് എഴുതി, I2ൻ്റെ കോഎഫിഷ്യൻസ് എഴുതി, ഇൻറ്റു I1 I2. അതായത് ഈ മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടണം. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 10 ഈക്വൽ ടു ഫസ്റ്റ് റോ മൾട്ടിപ്ലൈ ചെയ്യാം, മൈനസ് ജെ ഇൻറ്റു I1 പ്ലസ് 2.293 J I2. ഇനി 0 ഈക്വൽ ടു 2.293 J I1 പ്ലസ് 5 മൈനസ് 2J ഇൻറ്റു I2. കിട്ടിയല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I2 ആണ് അല്ലേ? കാരണം നമുക്ക് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് ആയ കാരണം I2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം I2 കാണാനായിട്ട് I2 ഈക്വൽ ടു I2ൻ്റെ കറസ്പോണ്ടിങ് കോളം എന്ന് പറയുന്നത് സെക്കൻഡ് കോളാണ്. നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ ന്യൂമറേറ്ററിൽ സെക്കൻഡ് കോളത്തിന് ഫസ്റ്റ് കോളം അങ്ങനെ തന്നെ എഴുതാം, 2.293 J. ഓക്കെ, സെക്കൻഡ് കോളം അതായത് I2ന് കറസ്പോണ്ടിങ് ഉള്ള കോളത്തിന് പകരം നമുക്ക് 10ഉം 0ഉം മാറ്റാം. അതായത് ഈ കോൺസ്റ്റൻറ്റ് മെട്രിക്സിനെ റീപ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഫസ്റ്റ് കറണ്ട് അതായത് I1 ആയിരുന്നു കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ I1ൻ്റെ കറസ്പോണ്ടിങ് കോളത്തിന് പകരം വേണമായിരുന്നു 10ഉം 0ഉം റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഏതാ വേരിയബിളാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ കറസ്പോണ്ടിങ് കോളം വേണം റീപ്ലേസ് ചെയ്തിട്ട് കോൺസ്റ്റൻറ്റ് മെട്രിക്സ് വയ്ക്കാൻ. ഞാൻ എൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. ഡിനോമിനേറ്ററിൽ ഈ വലിയ മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ സിസ്റ്റം മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. അപ്പോൾ I1 ആയാലും I2 ആയാലും ഡിനോമിനേറ്ററിൽ ഈ ഡിറ്റർമിനൻ്റ് മാറില്ല. ന്യൂമറേറ്ററിൽ മാത്രമാണ് ഏത് വേരിയബിളിൻ്റെ കറസ്പോണ്ടിങ് കാണിച്ചു കഴിഞ്ഞാൽ ആ കോളം റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. ഇനി ഡിറ്റർമിനൻസ് നമുക്ക് കണ്ടുപിടിക്കണം. സോ I2 ഈക്വൽ ടു ന്യൂമറേറ്ററിൽ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇത് 0 മൈനസ് 22.93 J അല്ലേ? ഇതിൻ്റെ ഇത് 0 മൈനസ് 10 ഇൻറ്റു ടേം ഡിവൈഡഡ് ബൈ ഈ ടേം ചെയ്യാം നമുക്ക് 5 മൈനസ് 2J ഇൻറ്റു മൈനസ് J ആദ്യത്തെ, അതായത് -2 മൈനസ് 5J. ഇനി അടുത്തത് മൈനസ് ഇതേ ഇൻറ്റു ഇതെന്നാണ്. ഓൾറെഡി ഒരു മൈനസും പിന്നെ J സ്ക്വയറും മൈനസ് ആവും, അപ്പോൾ അത് പ്ലസ് ആവും. 2.293യുടെ സ്ക്വയർ 5.26. ഇനി ഇത് കണ്ടുപിടിക്കാം. ഫ്രാക്ഷൻ എത്ര വരുന്നുണ്ടെന്ന് നോക്കാം. -22.93 J ഡിവൈഡഡ് ബൈ -2 മൈനസ് 5J പ്ലസ് 5.26. പിന്നെ അതിനെ ആറാങ്കിൾ തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാം ആൻസറിന്. അപ്പോൾ ഷിഫ്റ്റ് 2-3 അടിക്കുമ്പോൾ നമുക്ക് 3.84 ആംഗിൾ -33.10 ഡിഗ്രി ആംപിയർ. യൂണിറ്റ്സ് എഴുതണം. അപ്പോൾ 3.84 ആംഗിൾ -33.10 ഡിഗ്രി ആംപിയർ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ I2. അങ്ങനെയാണെങ്കിൽ നമുക്ക് വോൾട്ടേജ് അക്രോസ് RL കാണണം. അപ്പോൾ വോൾട്ടേജ് അക്രോസ് RL അതാണ് VL ഈക്വൽ ടു 5 ഇൻറ്റു I2. ഞാൻ VL എന്നാണ് അതിൻ്റെ നൊട്ടേഷൻ കൊടുക്കുന്നത്.
5 അതിൻ്റെ റെസിസ്റ്റൻസ് അല്ലേ, റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ചെയ്യുക. 5 × I2 ദാറ്റ് ഈക്വൽ ടു 5 × 3.84 വിത്ത് ആംഗിൾ എഴുതാം, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമായാലും കുഴപ്പമില്ല. ആൻസർ ഇൻറ്റു 5 ചെയ്യാം. എഗെയിൻ അതിനെ നമുക്ക് 6 ആംഗിൾ തീറ്റയിൽ തന്നെ മാർക്ക് ചെയ്യാം. ആൻസർ എന്ന് പറയുന്നത് 19.21 ആംഗിൾ മൈനസ് 33.10 ഡിഗ്രി വോൾട്ടാണ് യൂണിറ്റ്. അപ്പോൾ 19.21 ആണ് മാഗ്നിറ്റ്യൂഡ്, അതായത് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് RL 5 ഓം എന്ന് പറയുന്നത് 19.21 വോൾട്ടാണ്. കറസ്പോണ്ടിങ് അതിലത്തെ RL കൂടെ പോകുന്ന കറൻറ്റ്, അതായത് I2 എന്ന് പറയുന്നത് 3.84 ആംബിയർ ആണ്. ഇതാണ് മാട്രിക്സ് മെത്തേഡ് വെച്ചിട്ടുള്ള സൊല്യൂഷൻ കാണുന്ന മെത്തേഡ്. അപ്പോൾ നിങ്ങൾക്ക് 2 ടൈപ്പിൽ ഞാൻ പറഞ്ഞു ചെയ്യാം. ഇക്വേഷൻ സോൾവ് ചെയ്യാം, പക്ഷേ ഇക്വേഷൻ സോൾവ് ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം മെട്രിക്സ് മെത്തേഡ് വെച്ച് ചെയ്യുന്നതായിരിക്കും ഇത് കുറച്ചും കൂടി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലാണെങ്കിൽ I2 മാത്രമേ കാണേണ്ട ആവശ്യമുള്ളൂ ഈ പ്രോബ്ലത്തിൽ. ഇനി നേരെ രണ്ടും കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്തതിന് പകരം ഈ സ്റ്റെപ്പിൽ ഈ 10ഉം 0യും I1ൻ്റെ സ്ഥാനത്തും വരും, I2ൻ്റെ കോളം അതേപോലെ ഉണ്ടാവും, എന്നിട്ട് വേണം ഡിറ്റർമിനൻറ്റ് കാണാൻ. സോ അങ്ങനെ ചെയ്താൽ നമുക്ക് I1 കിട്ടും. അപ്പോൾ I1 I2 അതുപോലെ കണ്ടുപിടിച്ചിട്ട് കറസ്പോണ്ടിങ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതൊരു പുതിയൊരു മെത്തേഡ്, മെട്രിക്സ് മെത്തേഡ്. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് മ്യൂച്വലി കപ്പിൾഡ് കോയിൽസിൻ്റെ ഒരു അനാലിസിസ് ആണ്.